Dear students, BCom third സെമ്മിലെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിൻ്റെ 8ാമത്തെ വീഡിയോ ആണ് ഇനി ഇതിൽ വരുന്നത്. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ഓർ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ഓർ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി. ഡിസ്പെർഷൻ പ്രകീർണനം അല്ലെങ്കിൽ വിചലനം അല്ലെങ്കിൽ വ്യാപനം, വ്യതിയാനം എന്നൊക്കെയാണ് പറയുന്നത്. ഡിസ്പേർഷൻ അഥവാ വേരിയബിലിറ്റി എന്ന് പറയും, സ്കാറ്റേർഡ്നെസ് എന്ന് പറയും, സ്പ്രെഡിങ് എന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള ഇതാണ്. അതായത് തന്നിരിക്കുന്ന വാല്യൂസും അവയുടെ ആവറേജും തമ്മിലുള്ള എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്, എത്രത്തോളം ഡീവിയേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. കേന്ദ്രമൂല്യത്തിൽ നിന്ന് ദത്തത്തിലെ ഓരോ അംഗത്തിൻ്റെയും മൂല്യം ഏത് രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നു, ഇത് ആവറേജ് ഉപയോഗിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ഡീവിയേഷൻ കാണാൻ ഉപയോഗിക്കുന്നതാണ് ഡിസ്പേർഷൻ, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അതായത് ഒരു ദത്തത്തിലെ അംഗങ്ങളുടെ മൂല്യങ്ങൾ അതിൻ്റെ കേന്ദ്രമൂല്യത്തിൽ നിന്നും എത്രമാത്രം വ്യതിചലിച്ച് കിടക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്. ഉദാഹരണത്തിന് രണ്ട് സീരീസുണ്ട്. ഒന്നാമത്തെ സീരീസിൻ്റെ ആവറേജ് 35 ആണ്. രണ്ടാമത്തെ സീരീസിൽ ആവറേജ് 35 തന്നെയാണ്. അപ്പോൾ ഇത് ഒന്നാമത്തേത് ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്കുകളാണെന്ന് വിചാരിക്കാം, 6 വിഷയത്തിന് കിട്ടിയ മാർക്ക്. രണ്ടാമത്തേത് വേറൊരു കുട്ടിക്ക് 6 വിഷയത്തിൽ കിട്ടിയ മാർക്കാണെന്ന് വിചാരിക്കാം. രണ്ട് കുട്ടികളുടെയും ശരാശരി നോക്കി ഇവിടെ നമ്മൾ അരിത്തമെറ്റിക് മീൻ മാർക്ക് നോക്കിയാൽ 35 ആണ്. പക്ഷെ രണ്ടുപേരുടെയും പ്രകടനങ്ങൾ വളരെ വ്യത്യസ്തങ്ങളാണ്. ആദ്യത്തെ കുട്ടിയുടേത് നോക്കിയാൽ എല്ലാത്തിലും 35 ആണ്. രണ്ടാമത്തെ ആളുടെ ചിലത് വളരെ നല്ല പ്രകടനമാണ്, മറ്റത് വളരെ ദയനീയമായ പ്രകടനം ഉള്ളതുമുണ്ട്. അങ്ങനെ രണ്ട് രീതിയിലുണ്ട്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ മാത്രം നോക്കിയാൽ യഥാർത്ഥ പെർഫോമൻസ് കണ്ടെത്താൻ കഴിയുന്നില്ല. എത്രത്തോളം ഡീവിയേഷൻ ഉണ്ടെന്നും കൂടെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഡിസ്പേർഷൻ എന്ന ഒരു മെഷറും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നതാണ്, ഡിസ്പേർഷൻ റെഫേഴ്സ് ടു ദ വേരിയബിലിറ്റി ഇൻ ദി സൈസ് ഓഫ് ഐറ്റംസ് ഓഫ് എ സീരീസ്. ഇൻ സെവറൽ സീരീസ് ദ ഇൻഡിവിജ്വൽ ഐറ്റംസ് മേ ഡീവിയേറ്റ് widely and differently from their averages. The term dispersion is used to mean this deviation. അപ്പോൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വാല്യൂവും അതിൻ്റെ ആവറേജിൽ നിന്ന് എത്രമാത്രം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡിസ്പേർഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഈ ഡീവിയേഷൻ മനസ്സിലാക്കുന്നതിനാണ്. ഇതിൽ ഒന്നാമത്തെ സീരീസിൽ ഡിസ്പേർഷൻ ഇല്ല. കാരണം എന്താണ്, എല്ലാം സെയിം ആണ്, അതിൻ്റെ ആവറേജിൽ നിന്ന് ഒട്ടും തന്നെ വ്യത്യസ്തമില്ല. അപ്പോൾ ആവറേജിൽ നിന്ന് ഡിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഡിസ്പേർഷൻ ഇല്ല, നോ ഡിസ്പേർഷൻ എന്ന് പറയാം. എന്നാൽ രണ്ടാമത്തേതിൽ നല്ല ഡിസ്പേർഷൻ ഉണ്ട്. കാരണം അതിൻ്റെ ആവറേജ്, അരിത്തമെറ്റിക് മീൻ ആവറേജ് നോക്കിയാൽ 35 ആണ്. ആ 35ൽ നിന്നെല്ലാം വളരെ ഡീവിയേഷൻ ഉണ്ട് പല വാല്യൂസിനും. അപ്പോൾ അതിൽ ഡിസ്പേർഷൻ ഉണ്ട്. രണ്ടാമത്തെ സീരീസിൽ ഒരു ഡിസ്പേർഷൻ നമുക്ക് കാണാനുണ്ട്, ഒന്നാമത്തെ സീരീസിൽ ആ ഡിസ്പേർഷൻ ഇല്ല. അപ്പോൾ അരിത്തമെറ്റിക് മീൻ മാത്രം നോക്കിയാൽ പോരാ, ഡിസ്പേർഷനും കൂടെ നോക്കുമ്പോഴാണ് ഒരാളുടെ പെർഫോമൻസ് കൂടുതൽ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് സീരീസ് ദർ ഈസ് നോ ഡിസ്പേർഷൻ സിൻസ് ഓൾ വാല്യൂസ് ആർ ഈക്വൽ. ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് സീരീസ് ദർ ഈസ് സം ഡിസ്പേർഷൻ സിൻസ് ദ വാല്യൂസ് ആർ നോട്ട് ദി സെയിം. Measures of dispersion are therefore the statistical device to measure the variability or dispersion in a series. It speaks about the spread or scatter of the values in a series. Measure of dispersion measure the variability in a series. They tell us the extent to which the values of a series differ from each other or from their average. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഈ വേരിയബിലിറ്റി, അതായത് ഓരോ വാല്യൂവും അതിൻ്റെ ആവറേജിൽ എത്രമാത്രം വേരി ചെയ്ത് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനുള്ള
ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് അത് എത്രത്തോളം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്തിട്ടുണ്ട് ആ വാല്യൂസ് എന്നാണ്. അപ്പം മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത് വേരിയബിലിറ്റി മെഷർ ചെയ്യുന്നതാണ്. ഒരു സീരീസിൻ്റെ വേരിയബിലിറ്റി മെഷർ ചെയ്യാനാണ് മെഷർ ഓഫ് ഡിസ്പെർഷൻ യൂസ് ചെയ്യുന്നത്. എത്രത്തോളം അതിൻ്റെ ആവറേജിൽ നിന്ന് അത് വ്യതിയാനം ഉണ്ടാവയ്ക്കുക, എത്രത്തോളം ഡീവിയേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ്, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് നമുക്ക് ഉപയോഗിക്കുന്നു. Measures of dispersion are classified into absolute measures and relative measures. Measures of dispersion രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ആബ്സല്യൂട്ട് മെഷേഴ്സ്, മറ്റൊന്ന് റിലേറ്റീവ് മെഷേഴ്സ്. Absolute measures of dispersion are expressed in the same units in which the data are collected. They measure the variability in a series. ഒരു സീരീസിൽ വേരിയബിലിറ്റി മെഷർ ചെയ്യാനാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എല്ലാം യൂസ് ചെയ്യുന്നത്. ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തത് ഏത് യൂണിറ്റിലാണോ ആ യൂണിറ്റിൽ തന്നെയായിരിക്കും മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ വരുന്നത്, ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പെർഷൻ കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് കുറേ കുട്ടികളുടെ മാർക്കാണെങ്കിൽ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പെർഷൻ എത്ര മാർക്ക് എന്നാണ് കിട്ടുന്നത്. അതുപോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിറ്റാണ്, ഇപ്പോൾ ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് ആണെങ്കിൽ, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് ആണെങ്കിൽ, ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പെർഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ ഇത്ര സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഏത് യൂണിറ്റിലാണോ ഡാറ്റ കളക്ട് ചെയ്തത് അതേ യൂണിറ്റിൽ തന്നെയായിരിക്കും ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ കിട്ടുന്നത്. അതായത് ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷന് യൂണിറ്റ് ഉണ്ട്, അത് നമുക്ക് ഡാറ്റ ഏത് യൂണിറ്റിലാണോ അതേ യൂണിറ്റിൽ തന്നെയായിരിക്കും വരുന്നത്. ഇനി വേരിയസ് ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആർ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നാലെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. ഒന്ന് റേഞ്ച്, മറ്റൊന്ന് ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റേഞ്ച്, പിന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ അതിന് ചതുർത്ഥക വിചലനം എന്ന് പറയും. പിന്നെ മീൻ ഡീവിയേഷൻ മാധ്യ വിചലനം. 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാനക വിചലനം. ഇങ്ങനെ 4 മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനാണ് ഉള്ളത്. ആവറേജ് 5 എണ്ണമായിരുന്നു: മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ 4 എണ്ണമാണ്: റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡീവിയേഷൻ. ഇതിൻ്റെ എല്ലാം റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡീവിയേഷൻ ഡിസ്പെർഷനും ഉണ്ട്. A relative measure of dispersion is the ratio of a measure of dispersion to an appropriate average from which deviations are measured. It is also called coefficient of dispersion. Relative measures of dispersion are useful for comparing two series for their variability. Greater the value of relative measure of dispersion in a series, greater is the variability in that series. A relative measure of dispersion is the ratio of a measure of dispersion to an appropriate average. ഒരു മെഷർ ഓഫ് ഡിസ്പെർഷനും അനുയോജ്യമായ ഒരു ശരാശരിയും തമ്മിലുള്ള റേഷ്യോ ആണ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത്. ഈ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷനെ പറയുന്നത് കോയഫിഷ്യൻ്റ് ഓഫ് ഡിസ്പെർഷൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ മെഷർ ഓഫ് ഡിസ്പെർഷൻ റേഞ്ച് ആണെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത് കോയഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആണ്. രണ്ടാമത് ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആയിരുന്നു. ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ റിലേറ്റീവ് മെഷർ എന്ന് പറയുന്നത് കോയഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അതുപോലെ മീൻ ഡീവിയേഷൻ്റെ റിലേറ്റീവ് മെഷർ കോയഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. അതുപോലെ പിന്നീട് വരുന്നത് കോയഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അങ്ങനെ 4 റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനാണ് ഉള്ളത്. ഈ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ സാധാരണ യൂസ് ചെയ്യുന്നത് 2 സീരീസ് വാല്യൂസ് തന്നാൽ അവയുടെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാനാണ്. വേരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ 2 ബാറ്റ്സ്മാൻമാരുടെ 10 ടെസ്റ്റുകളിലെ സ്കോർ തന്നു എന്ന് വിചാരിക്കാം. ഒന്നാമത്തെ ബാറ്റ്സ്മാൻ 10 ടെസ്റ്റുകളിൽ നേടിയ സ്കോറുകൾ നമുക്കങ്ങനെ 10 വാല്യൂസ് തന്നു. രണ്ടാമത്തെ ബാറ്റ്സ്മാൻ
ലഭിച്ച സ്കോർ, ആ 10 സ്കോറുകൾ തന്നു കഴിഞ്ഞാൽ ഇതിന് ആരുടെ പെർഫോമൻസാണ് കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആരെയാണ് കൂടുതൽ വിശ്വസനീയം എന്ന് പറയുമ്പോൾ, നമുക്ക് ഈ പറഞ്ഞ റിലേറ്റീവ് മെഷർ ഉപയോഗിക്കണം. ആരുടെ പെർഫോമൻസാണ് കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് പറയുമ്പോൾ നമ്മൾ അരിത്തമെറ്റിക് മീൻ നോക്കും. കൂടുതൽ ആർക്കാണോ കിട്ടിയത് പെർഫോമൻസ് അങ്ങനെ പറയും. പക്ഷേ കൂടുതൽ വിശ്വസനീയം ആരുടെയാണെന്ന് പറയുമ്പോൾ, വിശ്വസനീയം എന്ന് പറയുമ്പോൾ വേരിയേഷൻ കുറയണം, വേരിയബിലിറ്റി കുറയണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യുന്ന സാധാരണ കോയഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനാണ് കണ്ടുപിടിക്കുക. കോയഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ട് കുറഞ്ഞ വേരിയേഷൻ ഉള്ള ആൾ കൂടുതൽ വിശ്വസനീയമാണ് എന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള കമ്പാരിസന് വേണ്ടിയിട്ട് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ യൂസ് ചെയ്യാറുണ്ട്. വേരിയബിലിറ്റി കൂടുതലാണെങ്കിൽ അത് ഏതിനാണോ വേരിയബിലിറ്റി കൂടുതൽ അത് കൂടുതൽ വേരിയബിലിറ്റി ഉള്ളതാണെന്ന് പറയും. The important relative measures of dispersion are coefficient of range, coefficient of quartile deviation or coefficient of semi-interquartile range, coefficient of mean deviation, coefficient of variation. 4 ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ 4 റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അത് 4 റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത് കോയഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോയഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓർ കോയഫിഷ്യൻ്റ് ഓഫ് സെമി ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച്, കോയഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോയഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ മറ്റൊരു പേരാണ് സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. അതുകൊണ്ടാണ് ആ രീതിയിൽ എഴുതിയിരുന്നത് കോയഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓർ കോയഫിഷ്യൻ്റ് ഓഫ് സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. അങ്ങനെ എഴുതാനുള്ള റീസൺ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. The most commonly used relative measure of dispersion is coefficient of variation. The most commonly used relative measures of dispersion is coefficient of variation. 2 സീരീസ് തന്നിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഏത് മെഷർ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് coefficient of variation ആണ്. Range. Range is the simplest possible measure of dispersion. It is the difference between the highest and lowest values in a series. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് റേഞ്ച്. തന്നിരിക്കുന്ന സീരീസിലെ ഏറ്റവും വലിയ വിലയും ഏറ്റവും ചെറിയ വിലയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ച് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഹയസ്റ്റ് വാല്യൂ and the lowest value of a series. So range equal to h minus L. Therefore range measures the maximum variations in the values of a series. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആണ് എച്ച്, ലോവസ്റ്റ് വാല്യൂ എൽ, എച്ച് മൈനസ് എൽ ആണ് റേഞ്ച്. അതുകൊണ്ട് നമുക്ക് പറയാം മാക്സിമം വേരിയേഷൻ എന്ന് പറയുന്നത് റേഞ്ചാണ്. റേഞ്ച് ഈസ് ആൻ ആബ്സല്യൂട്ട് മെഷർ. The relative measure based on range is coefficient of range. Coefficient of range equal to h minus L by h plus L. Range absolute measure ആണ്. h minus L, highest value minus lowest value ആണ്. Coefficient of range പറഞ്ഞാൽ highest value minus lowest value by highest value plus lowest value. അപ്പോൾ നമുക്ക് ഇതിന് മനസ്സിലാവും coefficient of dispersion യൂണിറ്റ് ഇല്ല. കാരണം ന്യൂമറേറ്റർ എച്ച് മൈനസ് എൽ, ഡിനോമിനേറ്റർ എച്ച് പ്ലസ് എൽ. ന്യൂമറേറ്ററിൻ്റെ യൂണിറ്റ് എന്താണോ അത് തന്നെയാണ് ഡിനോമിനേറ്ററിൻ്റെ യൂണിറ്റുമായിട്ട് വരിക. മുകളിൽ സെൻറ്റിമീറ്റർ ആണെങ്കിൽ താഴെയും സെൻറ്റിമീറ്ററിനെ ആയിരിക്കും, മുകളിൽ കിലോഗ്രാം ആണെങ്കിൽ താഴെയും കിലോഗ്രാം ആയിരിക്കും, മുകളിൽ മാർക്സ് ആണെങ്കിൽ താഴെയും മാർക്സ് ആയിരിക്കും. അപ്പോൾ ആ യൂണിറ്റ് അങ്ങ് കട്ട് ചെയ്ത് പോകും. അപ്പോൾ കോയഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് അല്ലെങ്കിൽ കോയഫിഷ്യൻ്റ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഒരു കേവല വില മാത്രമായിരിക്കും, യൂണിറ്റ് ഇല്ല അതിന്. റേഞ്ച് ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. ഇൻഡിവിജ്വൽ സീരീസിൽ റേഞ്ച് എന്താണെന്ന് നോക്കാം. എന്താണ് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ? നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട് 25, 32, 85, 32, 42, 10, 20, 18, 28. ഹയസ്റ്റ് വാല്യൂ എന്താണ് ഇതിൽ? ഹയസ്റ്റ് വാല്യൂ ഈക്വൽ ടു 85, ലോവസ്റ്റ് വാല്യൂ ഈക്വൽ ടു 10. ഹയസ്റ്റ് വാല്യൂ 85, ലോവസ്റ്റ് വാല്യൂ 10. Therefore range equal to h minus L. 85 minus 10 equal to 75. Coefficient of range. Coefficient of range equal to h minus L by h plus L. 85 minus 10
divided by 85 plus 10 equal to 75 by 95 is equal to 0.79. Range in discrete series. Discrete series range എങ്ങനെ കാണുന്നു നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ചെയ്യാം. Find range and coefficient of range. Wage 10, 15, 18, 20, 25. Number of employers 3, 5, 12, 8, 6. അപ്പോൾ വാല്യൂസ് തന്നിട്ട് ആദ്യം എക്സ് ആയിട്ട് 10, 15, 18, 20, 25 എടുക്കാം. എഫ് എന്ന് പറയുന്നത് 3, 5, 12, 8, 6 ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? ലോവസ്റ്റ് വാല്യൂ ഏതാണ്? ഇവിടെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതായിരിക്കും? 25 ആണ്. ലോവസ്റ്റ് വാല്യൂ 10 ആണ് ലോവസ്റ്റ് വാല്യൂ. കാരണം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഡിസ്ക്രീറ്റ് സീരീസിലാണ്. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ വേജ് 10 വേജ് വരുന്ന 3 എംപ്ലോയേഴ്സ് ഉണ്ട്. അതുപോലെ 15 വേജുള്ള 5 എംപ്ലോയേഴ്സ്, 18 വേജുള്ള 12 എംപ്ലോയേഴ്സ്. അങ്ങനെയാണ് അതിൻ്റെ മീനിങ്. അതായത് ഇതിനെ ഇൻഡിവിജ്വൽ സീരീസിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഈ വാല്യൂസ് നമുക്ക് എങ്ങനെ എഴുതാം? 10, 10, 10, 15, 15, 15, 15, 15, 18, 18, 18, 12 ടൈംസ് എഴുതണം. പിന്നെ 20, 20, 20, 8 ടൈംസ്, 25, 25 അങ്ങനെ 6 ടൈംസ്. അങ്ങനെ നമ്മൾ എഴുതണം. അതായത് 3 ടൈംസ് 10 എഴുതും, പിന്നെ 5 ടൈംസ് 15 എഴുതും, 12 ടൈംസ് 18, 8 ടൈംസ് 20, 6 ടൈംസ് 25. അപ്പോൾ നമ്മൾ എഴുതുന്ന വാല്യൂസിൽ 10 ഉണ്ടായിരിക്കും, 3 10കളുണ്ടാവും, 15 15 അങ്ങനെ 5 തവണ 15 എഴുതും, 18 18 അങ്ങനെ 12 തവണ 18 ഉണ്ടാവും, 20 20 20 അങ്ങനെ 8 തവണ 20 ഉണ്ടാവും, 25 25 അങ്ങനെ 6 തവണ 25 ഉണ്ടാവും. അല്ലാതെ ഈ 3 5 12 8 6 എന്നുള്ള വാല്യൂസ് ഒന്നും നമ്മൾ എഴുതുന്ന സീരീസിൽ ഉണ്ടാവില്ല. അപ്പോൾ വാല്യൂസ് എന്ന് പറയുന്നത് 10, 15, 18, 20, 25 ആണ്. ആ വാല്യൂസ് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമാണ് താഴെയുള്ള 3, 5, 12, 8, 6 കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ 10 ആണ്, ഏറ്റവും വലിയ വാല്യൂ 25 ആണ്. വാല്യൂസ് 10, 15, 18, 20, 25 ആകെ 5 വാല്യൂസേ ഉള്ളൂ. അത് ഓരോന്നും പല രീതിയിൽ റിപ്പീറ്റ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ 10 ആണ്, ഏറ്റവും വലിയ വാല്യൂ 25 ആണ്. അപ്പോൾ ലോവസ്റ്റ് വാല്യൂ 10, ഹയസ്റ്റ് വാല്യൂ 25. റേഞ്ച് എന്ന് പറഞ്ഞാൽ എച്ച് മൈനസ് എൽ. 25 മൈനസ് 10, 15. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എച്ച് മൈനസ് എൽ ബൈ എച്ച് പ്ലസ് എൽ. 25 minus 10 by 25 plus 10. 15 by 35, 3 by 7, 0.4286. Uses of range. റേഞ്ചിൻ്റെ ഉപയോഗങ്ങൾ. മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും എടുക്കുന്ന ഏതൊക്കെ സന്ദർഭങ്ങളുണ്ടോ അവിടെയൊക്കെ നമുക്ക് റേഞ്ച് അപ്ലൈ ചെയ്യാം. റേഞ്ച് ഈസ് യൂസ്ഡ് ഇൻ സർട്ടൺ ഫീൽഡ് ടു മെഷർ വേരിയബിലിറ്റി, particularly those data where variations is not much. For example, doctors are generally interested in the range of the fluctuating temperatures of patients. It is also used in quality control. Range is used to study variation in prices of shares and interest rates. In weather forecasts, the minimum and the maximum temperature of every day are studied. From this, they can forecast the range within which the temperature may likely vary. അപ്പോൾ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ അത് മാത്രം കൺസിഡർ ചെയ്യേണ്ട സന്ദർഭങ്ങളിലെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് റേഞ്ച്. അടുത്ത നമുക്കൊരു പ്രോബ്ലം നോക്കാം. 5 students obtained the following marks in statistics. Find the range and coefficient of range. വാല്യൂസ് തന്നിട്ടുണ്ട്, മാർക്സ് തന്നിട്ടുണ്ട് 20, 35, 25, 30, 15. ഇതിൽ റേഞ്ചും കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചും കാണണം. ഏറ്റവും കുറഞ്ഞ മാർക്ക് 15 ആണ്, ഏറ്റവും കൂടിയ മാർക്ക് 35 ആണ്. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ എച്ച് 35, ലോവസ്റ്റ് വാല്യൂ എൽ 15. എച്ച് 35, എൽ 15, റേഞ്ച് എച്ച് മൈനസ് എൽ 35 മൈനസ് 15 ഈക്വൽ ടു 20. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എച്ച് മൈനസ് എൽ ബൈ എച്ച് പ്ലസ് എൽ. 35 മൈനസ് 15 ബൈ 35 പ്ലസ് 15. 20 by 50 equal to 0.4. Find range and coefficient of range of the following series. Class 10 to 20,
20 to 30, 30 to 40, 40 to 50, 50 to 60. Frequency 5, 25, 30, 14, 6. ക്ലാസ് ഓഫ് ഫ്രീക്വൻസി തന്നു. കണ്ടിന്യൂസ് സീരീസ് ആണ്. റേഞ്ച് കാണണം, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാണണം. അപ്പോൾ ഇതിൽ സ്മോളസ്റ്റ് വാല്യൂ ഏതാണ്? 10 ആണ്. 10 to 20 പറഞ്ഞാൽ സ്മോളസ്റ്റ് വാല്യൂ 10 ആണ്. അതുപോലെ ലാസ്റ്റ് 50 to 60, ഇപ്പോൾ മാക്സിമം വാല്യൂ 60 ആണ്. അപ്പോൾ 10 മിനിമം വാല്യൂവും 60 മാക്സിമം വാല്യൂ ആയിട്ടാണ് എടുക്കേണ്ടത് ഇങ്ങനെയുള്ള സീരീസിൽ. ഇത് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെലാണ്. 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. അങ്ങനെ ക്ലാസ് എഴുതിയതിന് പറഞ്ഞ് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെലാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ ഏറ്റവും ചെറിയ വാല്യൂ 10, അതാണ് ലോവസ്റ്റ് വാല്യൂ. ഏറ്റവും വലിയ വാല്യൂ 60, അതാണ് ഹയസ്റ്റ് വാല്യൂ. അപ്പോൾ H 60, L 10. റേഞ്ച് H മൈനസ് L 60 മൈനസ് 10 50. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് H minus L by H plus L. 60 minus 10 by 60 plus 10, 50 by 70, 5 by 7, 0.714. Another question. Find out range and coefficient of range of the following series. Marks 20 to 29, 30 to 39, 40 to 49, 50 to 59, 60 to 69. Number of students 8, 12, 20, 7, 3. ഇത് ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽ ആണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽ. അതായത് ഓരോ ക്ലാസ്സിൻ്റെയും അപ്പർ ലിമിറ്റ് തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് അല്ല, അതിനൊരു വാല്യൂയുടെ ഡിഫറൻസ് വരും. ഇപ്പോൾ 29 കഴിഞ്ഞ പിന്നെ 30 ആണ്. അതുപോലെ സെക്കൻഡ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് 39 ആണ്. തേർഡ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 40 ആണ്. അതായത് 39 + 1 വരുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നില്ല, ഒന്നിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളതിനെ പറയുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവൽ. ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവൽ ആണെങ്കിൽ അതിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവൽ ആക്കി മാറ്റേണ്ടതുണ്ട്. കാരണം ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ആണ്. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ വരുമ്പോൾ ഇത് ക്ലാസ്സിൽ നിന്നാണ് എടുക്കുന്നത്. നമുക്ക് ആ ഫസ്റ്റ് കോളം നമുക്ക് ആവശ്യമുണ്ട്, അതായത് മാർക്സ് എന്നുള്ള ആ കോളം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് അതിനെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റണം. 20, 29, 30, 39, 40, 49, 50, 59, 60, 69 ആണ്. അതിനെ മാറ്റിയിട്ട് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവൽ ആക്കണം. എന്ന് വെച്ചാൽ ആദ്യത്തെ ക്ലാസ് 20 to 29. അപ്പോൾ ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറയ്ക്കുക, അപ്പർ ലിമിറ്റിനോട് 0.5 ആഡ് ചെയ്യുക. ഓരോ ക്ലാസ്സിലും അതാണ് ചെയ്യേണ്ടത്. ഓരോ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യുക, അപ്പർ ലിമിറ്റിനോട് കൂടി 0.5 ആഡ് ചെയ്യുക. അങ്ങനെ ക്ലാസ് മാറ്റി എഴുതാം. എങ്ങനെ എഴുതണം? 19.5 to 29.5, 29.5 to 39.5, 39.5 to 49.5, 49.5 to 59.5, 59.5 to 69.5. ഫ്രീക്വൻസിക്ക് മാറ്റമൊന്നുമില്ല, അതേ വാല്യൂസ് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൽ നോക്കിയാൽ ആ മാർക്സ് എന്നുള്ള കോളം നോക്കിയാൽ അതിൽ ലോവസ്റ്റ് മാർക്ക് 19.5, ഹയസ്റ്റ് 69.5. അപ്പോൾ H 69.5, L 19.5. ഇപ്പോൾ റേഞ്ച് H മൈനസ് L 69.5 മൈനസ് 19.5, 50. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് H minus L by H plus L. 69.5 minus 19.5 divided by 69.5 plus 19.5 equal to 50 by 89 equal to 0.56. അപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽ വന്നാൽ അത് എക്സ്ക്ലൂസീവ് ആക്കി മാറ്റിയിട്ട് വേണം ചെയ്യാൻ.